ചോറായാലും ചപ്പാത്തി ആയാലും അല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും എപ്പോഴും നമ്മൾ കറികൾ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പം കറികളിൽ ഉപ്പും മുളകും എരിവും പുളിയും ഒക്കെ പാകമായാലാണ് അതിൻ്റെ ടേസ്റ്റ് അല്ലേ. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാകും. കൂടാതെ ഉപ്പ് കൂടുന്നത് ആരോഗ്യത്തിന് അത്ര നല്ല കാര്യവുമല്ല. അപ്പം ഇന്നത്തെ ട്രിപ്പ് കറികളിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് കുറയ്ക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള അടിപൊളി കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ടിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ കറികളിൽ ഇത് കൂടിക്കഴിഞ്ഞാൽ കുറച്ച് മൈദ മാവ് എടുത്തിട്ട് നമ്മുടെ ഒരു ബൗളിലെടുക്കുക. മൈദയോ ഗോതമ്പോ എടുക്കാം. അതിൽ കുറച്ച് വെള്ളം ചേർത്തി നമ്മളതിനെ നന്നായി അങ്ങോട്ട് എടുത്തതിന് ശേഷം കുറച്ച് ഒരുപാട് ലൂസായിട്ടില്ല ഒരുപാട് തിക്കുമായിട്ടില്ലാത്ത രീതിയിൽ ഉരുട്ടിയെടുക്കുക. ഇതാപ്പോൾ അത് ഉരുട്ടിയെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കുക. കുഴക്കട്ടന്മാരും അത്രയും ചെറുതല്ല, കുറച്ച് ഉരുളകളാക്കിയെടുക്കുക. ഇത് ഗോതമ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതാണെങ്കിലും ഉപ്പൊന്നും ഇല്ലാതെ വെറുതെ കുഴച്ചെടുത്തതായിരിക്കണം. ഉപ്പും എണ്ണയൊന്നും അതിലേക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിനെ നമ്മളിതാ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ കറിയിലേക്കിടുക. ഉപ്പ് കൂടിയിട്ടുള്ള ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇതിനായിട്ടൊന്നും കൂടി തിളപ്പിക്കുക. അപ്പോഴേ നമ്മുടെ ആ ഉരുളകളിലേക്ക് ആ എക്സസ് ആയിട്ടുള്ള ഉപ്പ് അബ്സോർബ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് കഴിക്കാനൊന്നും പറ്റില്ല, എടുത്ത് കളയുക, മാറ്റുക, അത്രേ വേണ്ടു. അപ്പോൾ ഉപ്പൊക്കെ പാകാവും. ഇനി അടുത്തതായിട്ടുള്ള ട്രിക്ക്, നമ്മുടെ കുക്കിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് കുറച്ച് കറികളിൽ, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറികളുടെ ടേസ്റ്റും മാറും, ടെക്സ്ചറും മാറും. കുറച്ചും കൂടി നല്ല ക്രീമി ടെക്സ്ചറായിട്ട് ഉപ്പ് പാകത്തിനാവുകയും ചെയ്യും. ഒരുപാട് ഉപ്പുണ്ടെങ്കിൽ ഈ ട്രിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ചെറിയ ഉപ്പൊക്കെ മാറ്റാൻ പറ്റും. ഇനി അടുത്തത് ക്രീം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കുക. ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. കാഷ്യൂനട്ടിൻ്റെ കൂടെ നമ്മൾക്ക് കുറച്ച് അധികം പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ അതും കൂടി ചേർത്തി ഇതിനെ ഒന്ന് കുതിർത്തതിന് ശേഷം അരച്ച് നമുക്ക് എടുത്ത് ഇത് നമുക്ക് കറികളിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രീം പോലെയുള്ളതിനെ നമുക്ക് നമ്മുടെ കറികളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടെക്സ്ചറും ടേസ്റ്റും കിട്ടും. ഇപ്പം നിങ്ങൾക്ക് തൈര് പുളിയുള്ളതാണെന്ന് വയ്ക്കുക. അപ്പോൾ തൈരിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഫൈനായിട്ട് അരച്ചെടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെയും നമുക്ക് കറികളിൽ ഉപ്പും ടേസ്റ്റും വ്യത്യാസം വരുത്താം. അടുത്തതായിട്ടുള്ള തൈരാണ്. തൈര് അധികം പുളിയില്ലാത്ത തൈരാണെങ്കിലാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേമാതിരി തന്നെ തൈരിനെ നമ്മൾ നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. ഒന്ന് കറക്റ്റായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ അടിച്ചതിന് ശേഷം നമ്മുടെ കറികളിൽ ഇതുപോലെ അങ്ങോട്ട് ചേർത്തി കൊടുക്കാവുന്നതാണ്. അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ ചില കറികളിലൊക്കെ തൈര് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള കറികളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ തൈരിൻ്റെ ആ ഒരു ചെറിയൊരു പുളിപ്പും കൂടി നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടെക്സ്ചറും ടേസ്റ്റും കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അങ്ങനെയും നമ്മുടെ കറികൾ സൂപ്പറാക്കിയെടുക്കാം. അടുത്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ ഇതേമാതിരി തോലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വലിയ പീസായിട്ട് കേട്ടോ, ഒരുപാട് ചെറിയ പീസായിട്ടല്ല, കുറച്ച് വലിയ പീസായതിന് ശേഷം കട്ട് ചെയ്യാം നമ്മൾ. എന്നിട്ട് നന്നായി കഴുകിയെടുക്കാം. അതിൽ ചളിയും മണ്ണും ഒന്നും പാടില്ല. ഇത്തിരി വലിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക്, അതായത് ഉപ്പ് കൂടിയ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം അതിനെ തിളപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ആ എക്സ്ട്രാ ഉള്ള ഉപ്പ് അതിലേക്ക് പിടിക്കും. എന്നിട്ട് അതിനെ ഒന്ന് എടുത്തിട്ട് മാറ്റുക. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ അതിനെ ഇതേപോലെ ഒന്ന് എടുത്ത് മാറ്റുക. അടുത്തത് നല്ല ഈസി ട്രിക്കാണ്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. എന്നിട്ട് അതിനെ ഇത്തിരി വെള്ളം ഒഴിച്ച് കലക്കുക. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അതിനെ ഒന്ന് കലക്കി ഒട്ടും കട്ടയില്ലാതെ ആക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറി നല്ല തിക്കും ആവും. നമ്മുടെ ആ ഉപ്പ് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനാവും. കറിയിൽ ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാലും നമുക്ക് കറിയുടെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്കിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തത്, നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ എടുത്തിട്ട് കുറച്ചെടുത്തതിലേക്ക് കുറച്ച് മാഷ് ചെയ്ത് അങ്ങോട്ട് ചേർക്കുക. അപ്പോഴും നമ്മുടെ കറികളുടെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അതിൽ പൊട്ടറ്റോ ആകുമ്പോൾ കുറച്ച് കറിയുടെ ടെക്സ്ചർ കുറച്ച് കട്ടിയൊക്കെ ആയിട്ട് കുറച്ചും കൂടി ടേസ്റ്റും വരും. ഇന്നത്തെ ഈ ട്രിക്കുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. ബൈ. താങ്ക് യു.